ഒരു വ്യക്തി മരിച്ചു പോയാൽ അയാളുടെ വസ്തു എല്ലാ അനന്തരാവകാശികൾക്കും ഭാഗം വെച്ച് നൽകണം. അതിൽ ആരൊക്കെയായിരിക്കും അവകാശികൾ, അവർക്ക് എങ്ങനെയാണ് ഭാഗം വയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ വസ്തു തുല്യമായി എല്ലാവർക്കും ഭാഗം വെച്ച് കിട്ടുകയുള്ളൂ. എന്നാൽ അങ്ങനെ വിധിച്ചെടുക്കുന്നതിന് മുമ്പ് ആരൊക്കെയാണ് അനന്തരാവകാശികളെന്നും അവർക്ക് സ്വത്തുക്കൾ എങ്ങനെയാണ് ഭാഗം വയ്ക്കേണ്ടതെന്നും ഓരോരുത്തർക്കും എത്ര ഓഹരി വീതമാണ് വീതം വെച്ച് നൽകേണ്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഓഹരി ലഭിക്കുമെങ്കിൽ എത്ര ഓഹരി ലഭിക്കും, കൊച്ചുമക്കൾക്ക് ഓഹരി ലഭിക്കുമോ, ഇനി മക്കളാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഓഹരി എങ്ങനെയാണ് വീതിക്കേണ്ടത്, അവരുടെ വിധവകൾക്ക് ഓഹരി ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്രകാരം ഓരോ മരണപ്പെട്ട വ്യക്തിയുടെയും വസ്തു എപ്രകാരമാണ് ഭാഗം വെച്ച് നൽകേണ്ടത്, ആർക്കൊക്കെയാണ് ഭാഗം വെച്ച് നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നതിനാണ് പിന്തുടർച്ചാവകാശ നിയമങ്ങളുള്ളത്. അപ്രകാരം ഹിന്ദുവായ ഒരാൾ മരിച്ചാൽ അയാളുടെ വസ്തു എങ്ങനെയാണ് അനന്തരാവകാശികൾക്ക് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉള്ളതാണ് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം. വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഓരോ മതവിഭാഗങ്ങൾക്കും പ്രത്യേകം നിയമങ്ങളാണുള്ളത് അല്ലേ. അതുപോലെ തന്നെ മരിച്ചയാളുടെ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനും ഓരോ മതക്കാർക്കും പ്രത്യേകം പിന്തുടർച്ചാവകാശ നിയമങ്ങളുണ്ട്. ഓരോ മതവിഭാഗത്തിലുള്ള നിയമങ്ങൾ ആ മതവിഭാഗക്കാർക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണ്. അപ്രകാരം ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം ഹിന്ദുക്കൾക്കും ബുദ്ധമതം, സിഖ് മതം, ജൈനമതം തുടങ്ങിയ മതവിഭാഗക്കാർക്കും മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ഇനി അച്ഛനമ്മമാർ ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന മക്കളും നിയമപരമായ ഹിന്ദുക്കളാണെന്ന് നമുക്കറിയാം. ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒന്നാണല്ലോ മതവും ജാതിയൊക്കെ. എന്നാൽ ജന്മനാ മാത്രം ലഭിക്കുന്ന ഒന്നാണോ മതം? ഒരിക്കലുമല്ല. പിന്നെ ആരൊക്കെയായിരിക്കും ഓരോ മതത്തിലും പെടുന്നതെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഹിന്ദു മതത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമ്മളുടെ പിന്തുടർച്ചാവകാശ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അച്ഛനമ്മമാർ ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന മക്കളും ഹിന്ദുക്കളായിരിക്കുമെന്ന് നമുക്കറിയാം. അതുപോലെ മറ്റൊരു മതത്തിൽ ജനിച്ച് പിന്നീട് ഹിന്ദു മതത്തിലേക്ക് മതം മാറിയ ആളെയും ഹിന്ദുവായിട്ടാണ് കണക്കാക്കുന്നത്. ഹിന്ദുവായി ജനിച്ച ശേഷം അന്യമതം സ്വീകരിച്ചിട്ട് തിരികെ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് വന്ന ആളെയും ഹിന്ദുവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ നിയമപരമായ വിവാഹം കഴിക്കാത്ത ഹിന്ദുക്കളായ ഒരു പുരുഷനും സ്ത്രീക്കും ജനിച്ച കുട്ടികളെയും ഹിന്ദുക്കളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി അച്ഛനമ്മയും രണ്ട് മതത്തിൽപ്പെട്ടവരാണെങ്കിലോ, അങ്ങനെയുള്ളവരിൽ ഒരാൾ ഹിന്ദു ആണെങ്കിൽ അവരുടെ കുട്ടി അല്ലെങ്കിൽ കുട്ടികളെ ഹിന്ദു കുടുംബാംഗമായിട്ടാണ് വളർത്തിക്കൊണ്ട് വന്നതെങ്കിൽ ആ കുട്ടികളെയും ഹിന്ദുവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി ഹിന്ദുക്കളായി മരിച്ചവരുടെ സ്വത്തിൻ്റെ കാര്യം നോക്കാം. ഹിന്ദുക്കളായി മരിച്ച പുരുഷൻ്റെ സ്വത്തിനും സ്ത്രീയുടെ സ്വത്തിനും വ്യത്യസ്തമായ പിന്തുടർച്ചാവകാശ നിയമമാണ് ഉള്ളത്. ആദ്യം നമുക്ക് ഹിന്ദു പുരുഷൻ്റെ സ്വത്തിൻ്റെ അവകാശികൾ ആരെല്ലാമാണെന്ന് നോക്കാം. ഒരു ഹിന്ദു പുരുഷൻ വിൽപത്രം എഴുതി വയ്ക്കാതെയോ വസ്തു ആർക്കും ഭാഗം വയ്ക്കാതെയോ മരിക്കുകയാണെങ്കിൽ അയാളുടെ സ്വത്ത് ആദ്യം പിന്തുടർച്ചാവകാശ നിയമത്തിൻ്റെ ക്ലാസ് 1 പറയുന്ന അവകാശികൾക്കാണ് ലഭിക്കുന്നത്. ഇനി ക്ലാസ് 1 പറയുന്ന അവകാശികൾ ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് മരിച്ചയാളുടെ മകൻ, മകൾ, ഭാര്യ, അമ്മ എന്നിവരാണ് ക്ലാസ് 1 ആദ്യത്തെ അവകാശികളായിട്ട് വരുന്നത്. ഇവരിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അവർ വസ്തു തുല്യമായി വിധിച്ചെടുക്കണം. അതായത് ഒരാൾക്ക് 10 സെൻറ്റ് വസ്തുവുണ്ട്, ആൾക്കൊരു മകനും ഒരു മകളും ഭാര്യയും അമ്മയാണ് ജീവിച്ചിരിപ്പുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും 2.5 സെൻറ്റ് വസ്തു വീതം ലഭിക്കും. അതായത് മകന് 2.5, മകൾക്ക് 2.5 സെൻറ്റ്, ഭാര്യയ്ക്ക് 2.5 സെൻറ്റ്, അമ്മയ്ക്ക് 2.5 സെൻറ്റ്. ഇനി മരിച്ചയാളുടെ അമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മക്കൾക്കും ഭാര്യയ്ക്കും വസ്തു തുല്യമായി വിധിച്ചെടുക്കാം. അതുപോലെ ഭാര്യ ജീവിച്ചിരിപ്പില്ലെങ്കിലും മക്കൾക്കും അമ്മയ്ക്കും വസ്തു തുല്യമായി വിധിച്ചെടുക്കാം. എന്നാൽ മക്കൾ ആരെങ്കിലുമാണ് മരണപ്പെട്ടു പോയതെങ്കിൽ ആ മക്കളിൽ ആരാണ് മരണപ്പെട്ട ആളുടെ ഓഹരി അയാളുടെ അടുത്ത തലമുറയ്ക്ക് വിധിച്ച് നൽകണം. അതായത് മകൻ മരണപ്പെടുകയാണെങ്കിൽ മകൻ്റെ ഒരു ഓഹരി മകൻ്റെ മക്കൾക്കും വിധവയായ ഭാര്യയ്ക്ക് ലഭിക്കും. ഇനി മകളാണ് മരണപ്പെട്ടതെങ്കിൽ മകളുടെ ഒരു ഓഹരി മകളുടെ മക്കൾക്ക് ലഭിക്കും. ഇനി മരിച്ചയാളുടെ മകനും മകൻ്റെ മകനും അതായത് കൊച്ചുമകനും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മകൻ്റെ ഓഹരി കൊച്ചുമകൻ്റെ മക്കൾക്കാണ് ലഭിക്കുന്നത്. അതായത് മരണപ്പെട്ടയാളുടെ ആൺമക്കൾ വഴിയുള്ള 3 തലമുറ വരെയും പെൺമക്കൾ വഴിയുള്ള 2 തലമുറ വരെയാണ് ക്ലാസ് 1 വരുന്നത്. ഇനി ക്ലാസ് 1 പെട്ട ആരും തന്നെ ഇല്ല എങ്കിൽ മാത്രം ക്ലാസ് 2 അവകാശികൾക്ക് സ്വത്തവകാശം ലഭിക്കുന്നതാണ്. ക്ലാസ് 2 അവകാശികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പിതാവാണ് വരുന്നത്. അതായത് ക്ലാസ് 1 പെട്ട അവകാശികൾ ആരും തന്നെ ഇല്ല എങ്കിൽ മരണപ്പെട്ടയാളുടെ മുഴുവൻ സ്വത്തുക്കളും ക്ലാസ് 2 അവകാശിയായ അച്ഛന് ലഭിക്കും. അതായത് മരണപ്പെട്ടയാൾക്ക് 10 സെൻറ്റ് വസ്തുവാണുള്ളതെങ്കിൽ 10 സെൻറ്റ് വസ്തു മുഴുവനും അദ്ദേഹത്തിന് അച്ഛന് ലഭിക്കും. ഇനി അച്ഛനില്ലെങ്കിൽ 2ാം വകുപ്പിൽപ്പെട്ട മകൻ്റെ മകളുടെ മക്കൾക്കും സഹോദരനും സഹോദരിക്കും തുല്യമായിട്ട് വസ്തു ലഭിക്കും. അതായത് അവർ തുല്യമായി വീതിച്ചെടുക്കണം ആ വസ്തു. ഇനി 2ാം വിഭാഗത്തിൽ ആരുമില്ലെങ്കിൽ 3ാം വിഭാഗത്തിൽപ്പെട്ട മകളുടെ മകൻ്റെ മക്കൾക്കും മകളുടെ മക്കൾക്കും വസ്തു തുല്യമായി വീതിച്ചെടുക്കാം. ഇനി ആ വിഭാഗത്തിൽ ആരുമില്ലെങ്കിൽ അടുത്ത വകുപ്പിലെ അവകാശികൾക്കാണ് വസ്തു ലഭിക്കുന്നത്. അതായത്
നാലാം വകുപ്പിലെ അവകാശികൾക്ക്, അതായത് സഹോദരൻ്റെ മക്കളും സഹോദരിയുടെ മക്കളും, അവർക്ക് ആ വസ്തു തുല്യമായിട്ട് വീതിച്ചെടുക്കാം. ഇപ്രകാരം തൊട്ടു മുമ്പുള്ള വകുപ്പിലെ ആരും തന്നെ ഇല്ലെങ്കിൽ അടുത്ത വകുപ്പിലെ ആളുകൾക്ക് അവകാശം ലഭിക്കും. ഇനി ക്ലാസ് 1 2 അവകാശം ആരും തന്നെ ഇല്ലെങ്കിൽ സ്വത്ത് ആർക്ക് ലഭിക്കുമെന്ന് നോക്കാം. ക്ലാസ് 2 പെട്ട ആരും തന്നെ ഇല്ല എങ്കിൽ രക്തബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ പുരുഷബന്ധമുറകൾ വഴിയുള്ള മറ്റു ബന്ധുക്കൾക്കാണ് അവകാശം ലഭിക്കുന്നത്. അവരും ഇല്ല എങ്കിൽ പുരുഷബന്ധമുറയിലൂടെ അല്ലാതെയുള്ള ബന്ധുക്കൾക്ക് ലഭിക്കും. ഇനി മരിച്ചയാൾക്ക് യാതൊരു അവകാശവും ഇല്ലെങ്കിൽ സ്വത്തിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? മരിച്ചയാളുടെ വസ്തുവിൽ ഇപ്രകാരമുള്ള യാതൊരു അവകാശവും ഇല്ലെങ്കിൽ സ്വത്തുക്കൾ സർക്കാരിലേക്ക് പോകും. ഇങ്ങനെയാണ് ഹിന്ദു പുരുഷന്റെ സ്വത്ത് ഭാഗം വയ്ക്കുന്നത്. ഇനി നമുക്ക് ഹിന്ദു സ്ത്രീയുടെ സ്വത്ത് എങ്ങനെയാണ് ഭാഗം വെക്കുന്നത്, ആരെല്ലാമാണ് അവകാശികൾ എന്നൊക്കെ നോക്കാം. മരണപ്പെട്ട സ്ത്രീ വിൽപ്പത്രം എഴുതി വയ്ക്കാതെ വസ്തു ആർക്കും ഭാഗം വയ്ക്കാതെയാണ് മരിച്ചെങ്കിൽ അവരുടെ സ്വത്തിൻ്റെ അവകാശികൾ നിയമപ്രകാരം അവരുടെ ആൺമക്കളും പെൺമക്കളും ഭർത്താവുമാണ്. ഇനി ആൺമക്കളോ പെൺമക്കളോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് അവകാശം വരും. ഇനി മരണപ്പെട്ട സ്ത്രീക്ക് ആൺമക്കളോ പെൺമക്കളോ ഇല്ലെങ്കിൽ അവരാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കാണ് അവകാശം ലഭിക്കുന്നത്. ഇനി അവരാരും തന്നെ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവകാശങ്ങളിൽ ആരാണോ ഉള്ളത് അവർക്കായിരിക്കും സ്വത്ത് ലഭിക്കുന്നത്. ഇനിയും ഭർത്താവിൻ്റെ അവകാശങ്ങളുമില്ലെങ്കിൽ മരണപ്പെട്ട സ്ത്രീയുടെ അച്ഛൻ്റെ അനന്തരാവകാശികൾക്ക് സ്വത്ത് ലഭിക്കും. അച്ഛൻ്റെ അനന്തരാവകാശികളും ഇല്ലെങ്കിൽ അമ്മയുടെ അനന്തരാവകാശികൾക്ക് സ്വത്ത് ലഭിക്കും. എന്നാൽ ഈ പറഞ്ഞതെല്ലാം ഒരു സ്ത്രീ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ബാധകമാകുന്നത്. അപ്പോൾ അവളുടെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ലഭിച്ച സ്വത്തിൻ്റെ അവകാശികൾ ആരെല്ലാമായിരിക്കുമെന്ന് നമുക്ക് സംശയം തോന്നാം, അല്ലേ? അതായത് മരണപ്പെട്ട സ്ത്രീക്ക് അവളുടെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ആണ് സ്വത്ത് ലഭിച്ചതെങ്കിൽ സ്ത്രീയുടെ മരണശേഷം അവളുടെ മക്കൾക്ക് മാത്രമാണ് അവകാശം ലഭിക്കുന്നത്. മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മക്കളുടെ മക്കൾക്ക് അവകാശം ലഭിക്കും. ഇനി മക്കളോ കൊച്ചുമക്കളോ ആരും ഇല്ല എങ്കിൽ ആ സ്ത്രീയുടെ അച്ഛൻ്റെ അനന്തരാവകാശികൾക്കാണ് സ്വത്ത് ലഭിക്കുന്നത്. ഇനി ഭർത്താവിൽ നിന്ന് ലഭിച്ച സ്വത്താണെങ്കിൽ അതിൻ്റെ അവകാശികൾ ആരെല്ലാമായിരിക്കും? മരണപ്പെട്ട ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ പിതാവിൽ നിന്നോ ആണ് സ്വത്ത് ലഭിച്ചതെങ്കിൽ സ്ത്രീയുടെ മക്കൾക്കാണ് സ്വത്തിൽ പരിപൂർണ അവകാശം കിട്ടുക. മക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളുടെ മക്കൾക്ക് സ്വത്ത് ലഭിക്കും. ഇനി മക്കളോ കൊച്ചുമക്കളോ അങ്ങനെ ആരും തന്നെ ഇല്ല എങ്കിൽ അത്തരം സ്വത്തുകൾ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അനന്തരാവകാശികൾക്കാണ് ലഭിക്കുന്നത്. ഇനി സ്ത്രീയുടെ സ്വത്തിനും പുരുഷൻ്റെ സ്വത്തിനുമുള്ള പൊതുവായ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സ്വത്തിന് അയാളുമായി പൂർണ്ണ രക്തബന്ധം ഉള്ളവർക്കാണ് ആദ്യ അവകാശം വരുന്നത്. അതിനുശേഷം മാത്രമേ അർദ്ധരക്തബന്ധം ഉള്ളവർക്ക് അവകാശം വരികയുള്ളൂ. അതുപോലെ മക്കളിൽ ആരെങ്കിലും മതം മാറി എന്നതുകൊണ്ട് അയാൾക്ക് ലഭിക്കാനുള്ള സ്വത്തിൻ്റെ അവകാശം ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്നാൽ മതം മാറിയ വ്യക്തി മരണപ്പെട്ടതിന് ശേഷമാണ് സ്വത്തിൻ്റെ അവകാശം മരണപ്പെടുന്നതെങ്കിൽ മതം മാറിയ ആളുടെ മക്കൾക്ക് യാതൊരു അവകാശവും ലഭിക്കില്ല. അതുപോലെ മക്കളുടെ വിധവകൾ, അതായത് മരിച്ചുപോയ മക്കളുടെ ഭാര്യമാർക്കും വസ്തുവിനവകാശം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അവർ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാളെ വിവാഹം ചെയ്താൽ അവർക്ക് സ്വത്ത് ലഭിക്കില്ല. അതുപോലെ സ്വത്ത് ലഭിക്കാൻ വേണ്ടി ഒരാളെ കൊല്ലുകയോ കൊല്ലാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ ആ ആൾക്ക് സ്വത്തിൻ്റെ അവകാശം നഷ്ടപ്പെടും. അതുപോലെ മരിക്കുന്ന സമയം അവകാശിയായ ഗർഭസ്ഥ ശിശു ഉണ്ടെങ്കിൽ ആ ശിശുവിനും ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തിൻ്റെ ഒരവകാശം ലഭിക്കുന്നതാണ്. എന്നാൽ രോഗമോ അംഗവൈകല്യമോ ഒന്നും കൊണ്ട് ഒരാൾക്ക് സ്വത്തിനുള്ള അവകാശം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇനി വസ്തു ഭാഗം വയ്ക്കുന്നതിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ കോടതി വഴി എങ്ങനെയാണ് പരിഹാരം കാണാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഇനി സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ എന്തെങ്കിലും തർക്കങ്ങൾ അവകാശികൾക്കിടയിൽ ഉണ്ടായാൽ സിവിൽ കോടതിയിൽ പാർട്ടീഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാം. പാർട്ടീഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് വഴി കോടതിയിൽ നിന്നും ആ തർക്ക വസ്തു അളന്നു തിരിച്ച് അവകാശികൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ അവകാശം വീതിച്ച് അളന്നു തിരിച്ച് നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തെക്കുറിച്ച് പൊതുവായി മനസ്സിലാക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.